കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫ്രിക്ഷൻ്റെ ഒരു 8 തിയറി പോർഷൻ നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, ഒരു 8 ഡയഗ്രാംസ് നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്തുള്ള യൂണിവേഴ്സിറ്റിക്ക് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു 7 പ്രോബ്ലമാണ് ഈ സെക്ഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ 8 കേസസ്, അതായത് ഫോഴ്സസിൻ്റെ ഡിഫറെൻറ്റ് ഡയറക്ഷൻ, പിന്നെ വെയിറ്റ് എങ്ങനെ റിസോൾവ് ചെയ്യാം, റിസോൾവിങ് ഓഫ് ഫോഴ്സസ് വെർട്ടിക്കലി ആൻഡ് ഹൊറിസോണ്ടലി, ആ സംഭവങ്ങളെല്ലാം തന്നെ ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്കത് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ തിയറി ആദ്യം പഠിക്കുക. തിയറി പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ റിസോൾവിങ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക. പിന്നെ ഡയഗ്രാം, ഇക്വിലിബ്രിയം ഡയഗ്രാം ഓഫ് ഫോഴ്സസ് വരയ്ക്കേണ്ടത് നിങ്ങൾ പഠിച്ചിരിക്കുക. നിങ്ങൾക്ക് ആകെ ക്വസ്റ്റ്യനിൽ ഡാറ്റ മാത്രമേ തരുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ആ ഫിഗർ നിങ്ങൾ തന്നെ വരക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. പ്രോബ്ലം 1. ഓക്കെ, ഇതൊരു ഏപ്രിൽ 2015 നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചതാണ്. ഓക്കെ, എ ബോഡി വെയിങ് 540 Newton ഈസ് ഹോൾഡ് along a rough horizontal plane by a pull of 180 Newton acting at an angle of 30 degree with horizontal. Find the coefficient of friction. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ബോഡിയുടെ വെയിറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗിവൺ ഡാറ്റ ആയിട്ട് അതെടുത്ത് എഴുതുക. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫിഗർ, അതായത് ഇക്വിലിബ്രിയം ഡയഗ്രാം ഓഫ് ഫോഴ്സസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല. ഓക്കെ, നിങ്ങളത് കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കണം. ഓക്കെ, ആദ്യം തന്നെ ഗിവൺ ഡാറ്റ എഴുതുക. വെയിറ്റ് ഓഫ് ദ ബോഡി എത്രയാണ്? 540 Newton തന്നിട്ടുണ്ട്. പിന്നെ ഈ പുൾ ബൈ എ പുൾ ഓഫ് 180 Newton. ഓക്കെ, ശ്രദ്ധിക്കുക, പുൾ ഓഫ് എന്നാണ് പറയുന്നത്, അതായത് വലിക്കുന്ന ഫോഴ്സാണ്. ഓക്കെ, പുഷ് ഓഫ് എന്ന് പറഞ്ഞു വേറൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അടുത്ത സെക്ഷനിൽ വരുന്നുണ്ട്. പുഷ് ഓഫ് എന്ന് പറയുമ്പോൾ അത് നേരെ തള്ളുക. ഓക്കെ, അതായത് കംപ്രസീവ് നേച്ചറാണ്. അപ്പോൾ പുൾ ഫോഴ്സിനും പുഷ് ഫോഴ്സിനും അനുസരിച്ച് നിങ്ങളുടെ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മാറും. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ഓക്കെ, അത് ഈ പ്രോബ്ലവും അടുത്ത പ്രോബ്ലവും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അറ്റ് ആൻ ആംഗിൾ ഓഫ് 30, അപ്പോൾ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ട് തീറ്റ 30. ഓക്കെ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു റഫ് പ്ലെയിൻ വരച്ചു. ഈ ഡയഗ്രാമാണ് ആദ്യം വരക്കേണ്ടത്. ഇക്വിലിബ്രിയം ഫോഴ്സസിൻ്റെ ഡയഗ്രാം ആദ്യം വരക്കുക. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ആ ഒരു ബോഡി ഈ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യണ പോലെ വരച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് W നേരെ ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ W = 540, നേരെ ഓപ്പോസിറ്റ് നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എ പുൾ ഓഫ് 180 Newton ആക്ടിങ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രിയിൽ ഒരു 180 Newton ഉള്ള ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പുള്ളാണ്, അതുകൊണ്ട് എവേ ഫ്രം ദ ബോഡി ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത് P. ഓക്കെ, 30 ഡിഗ്രി ആംഗിളിൽ ആക്ട് ചെയ്യുന്നത് കൊണ്ട് ടു ദ ഹൊറിസോണ്ടൽ, ആ റഫ് പ്ലെയിൻ ആയതുകൊണ്ടാണ് ആ ഹാച്ച് ചെയ്ത് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ആ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഓഫ് കമ്പോണൻറ്റും വെർട്ടിക്കൽ ഫോഴ്സ് ഓഫ് കമ്പോണൻറ്റുമായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തേക്കുകയാണ് ആ P എന്ന ഫോഴ്സിനെ. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച തിയറി സെയിം ഡേ ആപ്ലിക്കേഷനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, P sin 30 എന്നുള്ളത് വെർട്ടിക്കൽ കമ്പോണൻറ്റും P cos തീറ്റ അല്ലെങ്കിൽ P cos 30 അവിടുത്തെ ആംഗിൾ, ഇവിടെ തീറ്റ = 30 ആണ്. അപ്പോൾ P cos 30 എന്നുള്ള അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും. ഓക്കെ, അപ്പോൾ P എന്ന് പറയുന്നത് എവേ ഫോഴ്സ് ആണ്, അതായത് വലിച്ചു കൊണ്ടുപോകുന്ന പുൾ ഫോഴ്സ് ആണ്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, F = μ. ഇനി ഇത് റിസോൾവ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ റിസോൾവിങ് ദ ഫോഴ്സസ് ഹൊറിസോണ്ടലായിട്ടാണ് റിസോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെ ഫോഴ്സസ് ഉണ്ട്? P cos 30 ഉണ്ട് ഹൊറിസോണ്ടൽ, പിന്നെ F = μr ഉണ്ട്. അപ്പോൾ ആ 2 ഫോഴ്സാണ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സൈൻ കൺവെൻഷൻ ഇവിടെ യൂസ് ചെയ്യുക. അതായത് P cos 30 ടുവേഴ്സ് റൈറ്റ് ആണ്, അപ്പോൾ അത് പോസിറ്റീവ് ആണ്. F = μr ടുവേഴ്സ് ലെഫ്റ്റ് ആണ്, അപ്പോൾ അത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് സൈൻ കൺവെൻഷനാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ P cos 30 - F = 0 അതായിരിക്കണം. അല്ലെങ്കിൽ P cos 30 - μr, എഫിന് പകരം μr ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, = 0 എന്ന് എഴുതി. ഓക്കെ, ആൻഡ് P cos 30, P നമുക്കറിയാം. ഓക്കെ, P എത്രയാണ്? 180 Newton. cos 30 അറിയാം എത്രയാണ്? നമ്മൾ കാൽക്കുലേറ്ററിൽ, സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ നേരെ അടിച്ചു കൊടുത്താൽ അതിൻ്റെ ആൻസർ കിട്ടും. അതായത് 180 cos 30 ആണ് μr, അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് F = μr. ഓക്കെ, ഇനി റിസോൾവിങ് ദ ഫോഴ്സസ് വെർട്ടിക്കലി ഫോഴ്സസ് ഏതൊക്കെയാണ്?
നോർമൽ റിയാക്ഷൻ ഉണ്ട് അപ്വേർഡ് ഡയറക്ഷൻ, അപ്പോൾ അത് നെഗറ്റീവ് എടുക്കണം. വെയിറ്റ് ഡൗൺവേർഡ് ഡയറക്ഷൻ, അപ്പോൾ അത് പോസിറ്റീവ് എടുക്കണം. പിന്നെ ഒരു സൈൻ കമ്പോണൻ്റ് ഉണ്ട്, പി സൈൻ 30 എന്ന് പറഞ്ഞൊരു കമ്പോണൻ്റ് ഉണ്ട്, അത് അപ്വേർഡ് ഡയറക്ഷനാണ്. അപ്പോൾ അതിൻ്റെ സൈനും നമ്മൾ നെഗറ്റീവ് എടുക്കണം. സൈൻ കൺവെൻഷൻ റൂളും ഒന്നും കൂടി നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പോൾ എന്ത് വരും? W മൈനസ് പി സൈൻ 30 മൈനസ് ആർ. അതിൽ പി അറിയാം, സൈൻ 30യുടെ വാല്യൂ നമുക്ക് കിട്ടും, W വെയിറ്റ് അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആറ് കണ്ടുപിടിച്ചൂടെ? അതാണ് ആറിന് ഇക്വേറ്റ് ചെയ്ത് നേരെ ആറ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നോർമൽ ഇക്വേഷൻ എന്നാണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. എങ്ങനെ കണ്ടുപിടിക്കാൻ? F = μr എന്നുള്ള ഫോമുല ഉണ്ട്. ഓക്കെ, അപ്പോൾ മ്യൂ ആണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. നേരെ റീഅറേഞ്ച് ചെയ്യുക. അതിൽ എഫും കണ്ടുപിടിച്ചിട്ടുണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സും കണ്ടുപിടിച്ചിട്ടുണ്ട്, നോർമൽ റിയാക്ഷൻ റിസോൾവ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾ, ഇതാണ് റിസോൾവിങ് മെത്തേഡ് എന്ന് പറയുന്നത്. റിസോൾവ് ചെയ്ത് ഫോഴ്സസിനെ റിസോൾവ് ചെയ്ത് ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു മെത്തേഡാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് നോട്ടിൽ തന്നിരിക്കുന്നത് പോലെ ആ പ്രൂഫിലെ ലാസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. പക്ഷേ ഈ ഒരു കണ്ടീഷൻ കാണുമ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് നിങ്ങൾ ഡീപ്പായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ മാത്രം അതിന് മുതിരുക, അല്ലെങ്കിൽ ചെയ്യരുത്, നിങ്ങളുടെ ആൻസർ തെറ്റിപ്പോവും. ഓക്കെ, ഈ റിസോൾവ് ചെയ്ത് ചെയ്യുക, അതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. രണ്ടാമത്തെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാണ് ബോഡി. ഇത് മാർച്ച് 2016, അതായത് നിങ്ങൾക്ക് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്രം ക്വസ്റ്റ്യൻസേ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നുള്ളൂ. ഓക്കെ, ഇത് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് അടുത്ത കൊല്ലമൊക്കെ വരുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിൽ ഗിവൺ ഡാറ്റ എടുത്ത് എഴുതാൻ വേണം. ഓക്കെ, ബോഡി വെയിങ് 500 Newton is pushed by a force of 120 Newton on a rough horizontal plane. If the line of action of push is 20 degree with the horizontal, find the coefficient of friction. സെയിം ക്വസ്റ്റ്യൻ തന്നെ, ഫോഴ്സിൻ്റെ ഡയറക്ഷന് മാത്രം ഒരു വ്യത്യാസമുണ്ട്. എന്തെന്നാണ്? ഇവിടെ നേരത്തെ പുൾ ഫോഴ്സ് ആയിരുന്നു ചോദിച്ചത്, ഇവിടെ പുഷ് ഫോഴ്സായി. അതായത് കണ്ട, പുൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എവേ ഫ്രം ദ ബോഡിയാണ്. അതായത് ബോഡി എന്ന് പറഞ്ഞാൽ ബ്രിക്കിൻ്റെ പോലത്തുള്ള കൺസ്ട്രക്ഷൻ എവേ ആയിട്ടാണ് പി അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അത് പുൾ ഫോഴ്സ് ആയ കാരണം. ഇനി പുഷ് ഫോഴ്സ് ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നേരെ കണ്ട, P = ടുവേഴ്സ് ദ ബോഡി. അപ്പോൾ ടുവേഴ്സ് ദ ലെഫ്റ്റ് സൈഡിലോട്ട് പുൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് കാണിക്കുന്നത് ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്? ടുവേഴ്സ് റൈറ്റ് സൈഡ്. ഓക്കെ, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൺസിഡർ ചെയ്യണം. വേറെ ഒന്നുമില്ല, നേരെ ഗിവൺ ഡാറ്റ എഴുതി, വെയിറ്റ് ഓഫ് ദ ബോഡി എഴുതി, ഇൻക്ലിനേഷൻ വിത്ത് ദ ഹൊറിസോണ്ടൽ 20 ഡിഗ്രി എഴുതി, പിന്നെ ഫോഴ്സ് P = 120 എഴുതി. ഓക്കെ, ഫ്രീ ബോഡി ഡയഗ്രാം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഡയഗ്രാം വരക്കുക. ബോഡി കൺസ്ട്രക്ട് ചെയ്ത് നേരെ വെയിറ്റ് ഡൗൺവേർഡ് ആക്ട് ചെയ്ത് നോർമൽ റിയാക്ഷൻ അപ്വേർഡ് മാർക്ക് ചെയ്ത്. ഓക്കെ, ഫോഴ്സ് ടുവേഴ്സ് ആണ്, കാരണം പുഷ് ഫോഴ്സ് ആയ കാരണം ടുവേഴ്സ് അറ്റ് ആൻ ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആംഗിളിലായത് കാരണം നമ്മൾ അതിനെ രണ്ട് ഫോഴ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് P സൈൻ തീറ്റയും P കോസ് തീറ്റയും. ഓക്കെ, ഫിഗറിൽ തന്നിട്ടുണ്ട്. പിന്നെ F = μr, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഇത്രയും നിങ്ങൾ വരക്കണം. ഓക്കെ, ഇത് ഒരു ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് തരില്ല ഡയഗ്രാം, നിങ്ങൾ തന്നെ കൺസ്ട്രക്ട് ചെയ്തെടുക്കണം, ഡാറ്റ മാത്രം തരുള്ളൂ. ഓക്കെ, ഇനി നമ്മളുടെ റിസോൾവിങ് മെത്തേഡ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. റിസോൾവിങ് ദ ഫോഴ്സസ് ഹൊറിസോണ്ടലി ആയിട്ടുള്ള ഫോഴ്സസ് റിസോൾവ് ചെയ്യുമ്പോൾ P കോസ് 20 ഉണ്ട്, F = μr ഉണ്ട്. സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യുമ്പോൾ F മൈനസ് P കോസ് 20 = 0. അതിൽ നിന്ന് F കിട്ടും, ഫ്രിക്ഷണൽ ഫോഴ്സ് കിട്ടും. ഓക്കെ, ഇനി വെർട്ടിക്കൽ ഫോഴ്സ് W മൈനസ് R, പിന്നെ പ്ലസ് P സൈൻ 20. ആ ഡയഗ്രാം, ആ കൺസിഡറേഷനും കൂടി നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കതിൽ നിന്ന് നോർമൽ റിയാക്ഷനും കിട്ടും. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. F = μr, അപ്പോൾ μ = F/r. ദേ ആൻസറിൽ കാണിച്ചിരിക്കുന്ന പോലെ 0.21 ആണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. സിമ്പിളാണ്. ആ ഇക്വിലിബ്രിയം ഫോഴ്സിൻ്റെ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസോൾവിങ് പക്കയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഡയഗ്രാം തന്നിരിക്കുന്ന ഡാറ്റ അനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, അത് ഏപ്രിൽ 2019 ലാസ്റ്റ്, അതായത് നിങ്ങളുടെ ലാസ്റ്റ് ഇയറിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. സപ്ലിമെൻ്ററിക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഓക്കെ, എ ബ്ലോക്ക് വെയിറ്റ് ഓഫ് 50 Newton ഈസ് റെസ്റ്റിംഗ് ഓൺ എ റഫ് ഹൊറിസോണ്ടൽ സർഫസ് ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്. പിന്നെ ഫൈൻഡ് ദ ലീസ്റ്റ് ഫോഴ്സ് വിച്ച് ആക്ട് ഓൺ ദ ബ്ലോക്ക് അറ്റ് ആൻ ആംഗിൾ ഓഫ് 60 degree വിത്ത് ദ ഹൊറിസോണ്ടൽ വിൽ ലൂസ് ദ ബ്ലോക്ക് ടു സ്ലൈഡ്. ഓക്കെ, അതായത് അറ്റ് ആൻ ആംഗിൾ
60° വിത്ത് ദ ഹൊറിസോണ്ടൽ, അതായത് നമുക്കത് തന്നിരിക്കുന്ന ആ സെയിം കണ്ടീഷൻ തന്നെയാണ് ഇവിടെ ചോദിച്ചേക്കണം. ഇത്തിരി ഡെവലപ്പായിട്ട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളൂ. ഓക്കെ, നേരെ ഗിവൺ ഡാറ്റ എഴുതുക, വെയിറ്റ് എഴുതുക, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എഴുതുക, ഇൻക്ലിനേഷൻ വിത്ത് ദ ഫോഴ്സ്, ഇൻക്ലിനേഷൻ ഓഫ് ഫോഴ്സ് വിത്ത് ദ ഹൊറിസോണ്ടൽ അതും എഴുതുക. ഓക്കെ, നേരെ ഈ ഡയഗ്രാം വരക്കുക. ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഒരു ബോഡി ഇരിക്കുകയാണ്. ഓക്കെ, നേരെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് 60° വിത്ത് ദ ഹൊറിസോണ്ടൽ, അത് മാർക്ക് ചെയ്ത് എവേ ആയിട്ടാണ് പുള്ളി ചെയ്യണേണ്. ഓക്കെ, അപ്പോൾ അത് റിസോൾവ് ചെയ്ത് P sin 60, P cos 60. ഓക്കെ, എവേ ആയതുകൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സും എഗെയിൻസ്റ്റ് ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ് ആയിരിക്കും, അതായത് ടുവേഴ്സ് ലെഫ്റ്റിലോട്ട് നമ്മൾ പോയിന്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇനി നേരെ ഫോഴ്സസ് റിസോൾവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഹൊറിസോണ്ടൽ ഫോഴ്സ് ഏതൊക്കെയാണ്? ഇവിടെ P cos 60 ഉണ്ട്, F = μr ഉണ്ട്. അപ്പോൾ P cos 60 റൈറ്റ് സൈഡിലോട്ട് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് F. അപ്പോൾ P cos 60 - F = 0. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. cos 60 കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കുമ്പോൾ 0.5 P = F, അത് ഇക്വേഷൻ 1 ആയിട്ട് എഴുതുക. ഓക്കെ, അത് കഴിഞ്ഞ് വെർട്ടിക്കൽ ഫോഴ്സ് റിസോൾവ് ചെയ്യുക. അതായത് വെർട്ടിക്കൽ ഫോഴ്സ് ഏതൊക്കെയാണ്? R ഉണ്ട്, W ഉണ്ട്, P sin 60 ഉണ്ട്. ആറും P sin 60 നെഗറ്റീവ്, W പോസിറ്റീവ്, സൈൻ കൺവെൻഷൻ യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഉണ്ടോ? W - R - P sin 60 = 0. എന്നിട്ട് നമ്മൾ അത് ആറിൻ്റെ ഇക്വേഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ R അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ W ഓവും P sin 60 റൈറ്റ് സൈഡിലോട്ട് പോവും, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ W 50 ആണ്, മൈനസ് P sin 60യുടെ 0.866 P കിട്ടും. ഓക്കെ, നേരെ സിംപ്ലിഫൈ ചെയ്യുക. ഓക്കെ, 2. എന്നിട്ട് ഇക്വേഷൻ 2 എന്ന് പറയുന്നത് 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷനിൽ μ തന്നിട്ടുണ്ട് 0.6, നമുക്ക് P കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ആ P കണ്ടുപിടിച്ചേക്കണേണ്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒന്ന് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഓക്കെ, ആ റിസോൾവിങ് ഓഫ് ഫോഴ്സസ് ആണ് ഇമ്പോർട്ടൻറ്റ്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം 4. ഒരു എ ബോഡി റെസ്റ്റിംഗ് ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ റിക്വയർഡ് എ പുള്ളാണ്, അതായത് എവേ ഫ്രം ദ ബോഡി ആയിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, 180 Newton ഇൻക്ലൈൻഡ് അറ്റ് 30° ആൻഡ് പ്ലെയിൻ ജസ്റ്റ് മൂവ് ഇറ്റ്. ഓക്കെ, it also found that a push of 220 Newton inclined at 30° to the plane just to move the body. Determine, അതായത് രണ്ട് കണ്ടീഷൻ ഉണ്ട്. അതായത് ആദ്യം 180 Newton വെച്ച് പുള്ളി ചെയ്യേണ്ട ഇൻക്ലിനേഷൻ ഒരു 30°, പിന്നെ 220 Newton വെച്ച് പുള്ളി ചെയ്യുന്നുണ്ട് 30°, സെയിം ഡിഗ്രി വെച്ചിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഇരിക്കുന്ന ബോഡിയുടെ വെയിറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നേരെ രണ്ട് കേസസായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ആദ്യത്തെ കേസ് കണ്ട, ആദ്യത്തെ കേസിൽ P എന്ന് പറയുന്നത് 180 Newton ആക്ട് ചെയ്യുന്നുണ്ട് എവേ ഫ്രം ദ ബോഡി തീറ്റ ആംഗിളിൽ. അപ്പോൾ ബോഡി ആക്ട് ചെയ്യണതുകൊണ്ട് W ആണ് കണ്ടുപിടിക്കേണ്ടത്. നേരെ ഈ ഡയഗ്രാം നമ്മൾ തന്നെ വരക്കണം. ഓക്കെ, W നേരെ താഴത്തോട്ട് ആക്ട് ചെയ്യും, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നോർമൽ റിയാക്ഷൻ എവേ ഫ്രം ദ ഫോഴ്സ് ആണ്, ബിക്കോസ് പുള്ളായതുകൊണ്ട്. പിന്നെ F = μr, കാരണം ഓപ്പോസിറ്റ് ടു ദ അപ്ലൈഡ് ഫോഴ്സ്. ഓക്കെ, പിന്നെ P 180 30° ആയതുകൊണ്ട് അത് റിസോൾവ് ചെയ്തേക്കണം, അതാണ്. ഓക്കെ, രണ്ടാമത്തെ കേസ് എന്താണ്? സെയിം തന്നെ, അവിടെ ഡയമെൻഷൻ മാത്രം മാറുന്നുള്ളൂ. അല്ല, അവിടെ ഒരു വ്യത്യാസമുണ്ട്. അവിടെ ഇറ്റ് ഓൾസോ ഫൗണ്ട് ദാറ്റ് എ പുഷ് ഓഫ്, കണ്ട, അതായത് ആദ്യത്തെ കേസ് പുള്ളാണെങ്കിൽ രണ്ടാമത്തെ കേസ് പുഷാണ് വന്നിരിക്കുന്നത്, അതായത് ടുവേഴ്സ് ദ ബോഡിയാണ്. അപ്പോൾ സൈനിൻ്റെ ഡയറക്ഷൻ മാറും. ഓക്കെ, P അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ടുവേഴ്സ് ദ ബോഡി. അപ്പോൾ അതിനനുസരിച്ച് കമ്പോണൻ്റ് ഓഫ് ഫോഴ്സസിൻ്റെയും ഡയറക്ഷൻ മാറും, ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെയും ഡയറക്ഷൻ മാറും. ഓക്കെ, P എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ്. അതായത് P ലെഫ്റ്റ് സൈഡിലോട്ടാണ് പുള്ള് ചെയ്യാൻ നോക്കുന്നത് ആ ബോഡിനെ ആക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ടുവേഴ്സ് റൈറ്റ് സൈഡിലോട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ സൈൻ കൺവെൻഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റേഴ്സ് വെച്ചിട്ട് W കാണണം. അപ്പോൾ ആദ്യം തന്നെ ഗിവൺ ഡാറ്റ എഴുതി റിസോൾവിങ് ദ ഫോഴ്സസ് ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് F കിട്ടും, റിസോൾവിങ് ദ ഫോഴ്സസ് വെർട്ടിക്കലി. അപ്പോൾ ആറിനൊരു ഇക്വേഷൻ കിട്ടും, നോർമൽ റിയാക്ഷൻ ഒരു ഇക്വേഷൻ കിട്ടും. ഇപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ ഹൊറിസോണ്ടലി ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് കേസിലെ ഫ്രിക്ഷണൽ ഫോഴ്സ് കിട്ടും. പിന്നെയും വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് നോർമൽ റിയാക്ഷൻ ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നോർമൽ റിയാക്ഷനുള്ള ഇക്വേഷൻ
ഇനി അത് നമുക്കറിയാം നോർമൽ റിയാക്ഷൻ ആർ ഇസ് ഈക്വൽ ടു എഫ് ബൈ മ്യൂ എന്ന് പറഞ്ഞ പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് അത് ഒരു മ്യൂവിൻ്റെ, അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ്റെ ഒരു ഇക്വേഷനിലോട്ട് റീഅറേഞ്ച് ചെയ്ത് എടുക്കുക. അതാണ് ചെയ്തിരിക്കുന്നത്. കണ്ട, നിങ്ങൾക്ക് അത് മനസ്സിലായി. രണ്ട് കണ്ടീഷനും ഒരേ മെത്തേഡാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു പേജിൻ്റെ ഒരു നടുക്ക് ഡിവൈഡ് ചെയ്തിട്ട് ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, മ്യൂവിൻ്റെ ഇക്വേഷൻ, അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ച്. അപ്പോൾ ഒരു ബോഡിയുടെ ഒരു ക്വസ്റ്റ്യനിൽ മ്യൂവിൻ്റെ ഇക്വേഷൻ സെയിം ആണെങ്കിൽ ആ രണ്ട് ഇക്വേഷൻ നമുക്ക് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇക്വേറ്റിംഗ് 3 = 4 എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. രണ്ടും ഇക്വേറ്റ് ചെയ്യുക, നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 155.88 ഇൻറ്റു W + 110 = 190. ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ചെയ്യുക, റീഅറേഞ്ച് ചെയ്യുക. നേരെ അതിൽ നിന്ന് W കണ്ടുപിടിക്കുക. റീഅറേഞ്ച്മെൻ്റ് എല്ലാം ഞാൻ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണം. പ്രോബ്ലംസ് ഒന്നും വായിച്ച് പഠിക്കരുത്. ഓക്കെ, എന്നിട്ട് ആ W കിട്ടുമല്ലോ, വെയിറ്റ് കിട്ടുമ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ്റെ ഇക്വേഷനിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മ്യൂ കിട്ടും. കാരണം മ്യൂവിൻ്റെ ഇക്വേഷൻ 2 ഉണ്ട്. കണ്ട, മ്യൂ 2 ഇക്വേറ്റ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിച്ചാൽ മതി. അതുകൊണ്ടാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അത് മാർച്ച് 2017 ചോദിച്ചിരുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഫൈൻ ദ എഫേർട്ട് റിക്വയർഡ് ടു കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് ആണ് പറയുന്നത്, P ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ടു മൂവ് എ ലോഡ് ഓഫ് 10 kN അപ്പ് ദ പ്ലെയിൻ ഓഫ് 30 degree ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് മ്യൂ ആൻഡ് ടാൻ മ്യൂ ഇസ് ഈക്വൽ ടു 15 degree. ദ എഫേർട്ട് അപ്ലൈഡ് ഈസ് പാരലൽ ടു ദ പ്ലെയിൻ. ഓക്കെ, നമുക്ക് പറഞ്ഞിട്ടുണ്ട് എഫേർട്ട് P എന്ന് പറയുന്നത് പാരലൽ ടു ദ പ്ലെയിൻ ആണ്. അവിടെ ആംഗിൾ നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, പക്ഷേ പ്ലെയിൻ എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്, ഹൊറിസോണ്ടൽ അല്ല. അപ്പോൾ ഒരു ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് ഇൻക്ലിനേഷൻ്റെ പ്ലെയിൻ്റെ ആംഗിളാണ്. ഓക്കെ, ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ആംഗിളാണ്. ഓക്കെ, P എന്ന് പറയുന്ന ഫോഴ്സിന് ആംഗിൾ ഇല്ല. അപ്പോൾ നേരെ പാരലൽ ടു ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ആയിട്ട് നമ്മൾ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്തു. പിന്നെ ഫോഴ്സ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആയ കാരണം ഇവിടെ തന്നിരിക്കുന്നതനുസരിച്ച് മാർക്ക് ചെയ്തു. പിന്നെ വെയിറ്റ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആയ കാരണം ആ വെയിറ്റ് എത്രയാണ്? 10 kN എന്ന് പറയുന്ന സംഭവം നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഹൊറിസോണ്ടൽ കണ്ട, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഫിഗറിൽ കാണാം. നേരെ ഓപ്പോസിറ്റ് നോർമൽ റിയാക്ഷൻ. ഓക്കെ, P എന്ന് പറയുന്ന ഫോഴ്സ് പുള്ളായതുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് ഫ്രിക്ഷൻ. ഓക്കെ, ഇനി ഇവിടെ ഒരു ടാൻ മ്യൂ ഇസിക്കൽ ടു 15 degree എന്ന് തന്നിട്ടുണ്ട്. അതായത് മ്യൂ ഡയറക്റ്റ് തന്നിട്ടില്ല. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. അതായത് ടാൻ മ്യൂ ഇസിക്കൽ ടു 15 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാൻ 15 എന്ന് പറയുന്നത് മ്യൂ ആയിരിക്കും. നേരെ കാൽക്കുലേറ്റർ എടുക്കുക, ടാൻ 15 കണ്ടുപിടിക്കുക. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കിട്ടും. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇനി ചെയ്യേണ്ടത് ഫോഴ്സ് കണ്ടുപിടിക്കണം നമുക്കല്ലേ. അപ്പോൾ നോർമൽ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്താണ്? റിസോൾവിങ് ഓഫ് ഫോഴ്സസ്. റിസോൾവ് ചെയ്യുക. ഹൊറിസോണ്ടൽ ഫോഴ്സസിന് ആദ്യം റിസോൾവ് ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് ഹൊറിസോണ്ടൽ ഫോഴ്സസ്? P ഉണ്ട്, F ഉണ്ട്. P റൈറ്റിലോട്ട്, F ലെഫ്റ്റിലോട്ട്, പിന്നെ 10 sin 30 വെയ്റ്റിൻ്റെ കമ്പോണൻറ്റ് ലെഫ്റ്റിലോട്ട്. ഓക്കെ, നേരെ ഹൊറിസോണ്ടൽ ഫോഴ്സിനെ റിസോൾവ് ചെയ്യുക. P - F - 10 sin 30 = 0. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഫോമേ കിട്ടുള്ളൂ. കാരണം ഇതിൽ P അപ്ലൈഡ് ഫോഴ്സ് കണ്ടുപിടിക്കണം, ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് അറിയില്ല. ആകെ 10 sin 30 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 5 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് ഇക്വേഷൻ 1 ആയിട്ടിട്ട് നേരെ ഫോഴ്സസ് വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്ത് 10 cos 30 - R = 0. കാരണം ഇവിടെ വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത് R ഉണ്ട്. പിന്നെ വെയ്റ്റിൻ്റെ, അതായത് 10 എന്ന് പറയുന്ന വെയ്റ്റിൻ്റെ കമ്പോണൻ്റ് ഉണ്ട്. എന്ത്? വെർട്ടിക്കൽ കമ്പോണൻറ്റ് 10 cos 30. സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്തിട്ട് നേരെ യൂസ് ചെയ്താണ് 10 cos 30 - R = 0. ഓക്കെ, ഇനി F എന്ന് പറയുന്നത് മ്യൂ R ആണ് അല്ലേ, ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ F എന്ന് പറയുന്നത് മ്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? ആദ്യമേ കണ്ടുപിടിച്ചിട്ടുണ്ട്, 0.2679. ഓക്കെ, അപ്പോൾ മ്യൂ 6 കാണണം. 6 നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് ഡയറക്റ്റ് കിട്ടും. വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ 6 ഡയറക്റ്റ് ആ ഇക്വേഷനിൽ നിന്ന് കിട്ടും. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, F = മ്യൂ R. അപ്പോൾ F കിട്ടി. F കിട്ടിയെങ്കിൽ അത് നേരെ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പോൾ P കിട്ടൂലേ. അതാണ് അവിടെ ചെയ്തിരിക്കുന്നത്. F നേരെ കൊണ്ടുവന്ന് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കണ്ട, P = F + 5 ആയിരുന്നു ഇക്വേഷൻ 1. അതിൽ Fൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
2.32 + 5 അങ്ങനെ 7.32 കിലോ ന്യൂട്ടൺ. അതാണ് അവിടെ റിക്വയർഡ് ആയിട്ടുള്ള പുള്ള്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനും നമ്മൾ നേരത്തെ ഫോളോ ചെയ്ത സെയിം മോഡ് ഓഫ് ഓപ്പറേഷൻ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? ബോഡീസ് വെയിറ്റ് തന്നിട്ടുണ്ട്, ടു ബി പുൾഡ് അപ്പ് ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബോഡി തന്നിട്ടുണ്ട്. ഇത് 2 സെക്ഷനായിട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, ഫൈൻഡ് ദ എഫേർട്ട് റിക്വയർഡ് വെൻ ഇറ്റ് ഈസ് പാരലൽ ടു ദ പ്ലെയിൻ. അതായത് പ്ലെയിന് പാരലായിട്ടിരിക്കുമ്പോൾ, എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇൻക്ലൈൻഡ് പ്ലെയിന് പാരലായിരിക്കുമ്പോൾ, നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ സെയിം തന്നെ. ഓക്കെ, തന്നിരിക്കുന്ന ഡാറ്റ എഴുതിയിട്ടുണ്ട്, വെയിറ്റ് ഉണ്ട്, ഇൻക്ലിനേഷൻ ഉണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ട്. ഡയഗ്രാം വരക്കുക. എഫേർട്ട്, അതായത് പി എന്ന് പറയുന്നത് പാരലൽ ടു ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. നേരെ വെയിറ്റ് ഇൻക്ലൈൻഡ് ഉണ്ട് ഓൾറെഡി, കാരണം സ്ലോപ്പിൽ ഇരിക്കുമ്പോൾ എപ്പോഴും വെയിറ്റ് റിസോൾവ് ചെയ്തിരിക്കണം, അത് മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ W cos 20 അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ്, W sin 20 അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. ഓക്കെ, ഇനി റിസോൾവ് ചെയ്യുക, സൈൻ കൺവെൻഷൻ റൂൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ P1 = μr + 342.02 എന്ന് പറഞ്ഞ് കിട്ടും. പിന്നെ വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്യുക. വെർട്ടിക്കലായിട്ട് 6 ഉണ്ട് കമ്പോണൻറ്റ്, പിന്നെ W cos 20 ഉണ്ട്, പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ W cos 20 - R = 0 എന്നുള്ള ഇതിലാണ് ഇക്വേറ്റ് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, അതിൽ നിന്ന് നോർമൽ റിയാക്ഷൻ 6 കിട്ടും. അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, P1. അപ്പോൾ P1 കിട്ടും, കാരണം ന്യൂ എന്ന് പറയുന്നത് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 0.3. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ P1 എഫേർട്ട് വെൻ ഫോഴ്സ് ഇസ് പാരലൽ ടു ദ പ്ലെയിൻ, അത് കിട്ടും. ഓക്കെ, 623.33. ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്, വെൻ ഇറ്റ് ഈസ് പാരലൽ ടു ദ ബേസ്. ബേസിന് പാരലൽ ആകുമ്പോൾ എങ്ങനെ വരും? ബേസ് എന്ന് പറയുന്നത് ഞാൻ ഈ സൂം ചെയ്യുന്ന പോർഷനില്ലേ, ഇതാണ് ബേസ്. ഓക്കെ, ഇൻക്ലൈൻ ടു ദ പ്ലെയിൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഇൻക്ലിനേഷനുള്ള സ്ലോപ്പിൽ വെക്കുമ്പോഴാണ് ഇൻക്ലിനേഷൻ ടു ദ പ്ലെയിൻ എന്ന് പറയുന്നത്. ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ബോഡി ഡയഗ്രാം അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ ഡയഗ്രാം എങ്ങനെ വരും? ഇതേപോലെ വരും. ഓക്കെ, ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, P എന്നുള്ള ഫോഴ്സ് പാരലൽ ടു ദ ബേസ്, അത് കണ്ട P2 എന്നാണ് ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. അത് നേരെ പാരലൽ അല്ലേ, ബേസിന് പാരലൽ അല്ലേ? ഓക്കെ, എന്നിട്ട് അത് റിസോൾവ് ചെയ്തേക്കണേണ്. തീറ്റ എന്ന് പറഞ്ഞത് 20 ആണ്. ഓക്കെ, നേരെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ P2 sin 20. അത് P2 sin 20 എടുക്കാൻ കാരണം എന്താണ്? അതിൻ്റെ അബ്സല്യൂട്ട് കമ്പോണൻറ്റ് P2 ആണ്. ഓക്കെ, P2 cos 20 എടുത്തിട്ടുണ്ട്. പിന്നെ അറിയാമല്ലോ, വെയിറ്റ് സ്ലോപ്പിലിരിക്കുമ്പോൾ അതും റിസോൾവ് ചെയ്യണം. W cos 20 ആയിട്ടും W sin 20 ആയിട്ടും നേരെ റിസോൾവ് ചെയ്യുക. റിസോൾവിങ് ദ ഫോഴ്സസ് നോർമലി. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ഫോഴ്സസ്? നോർമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർട്ടിക്കൽ ഫോഴ്സസ് ഏതൊക്കെയാണ്? 6 ഉണ്ട്, W cos 20 ഉണ്ട്, P2 sin 20 ഉണ്ട്. അപ്പോൾ P2 sin 20യും W cos 20യും ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പോൾ അത് രണ്ടും പോസിറ്റീവ്, 6 അപ്വേർഡ്. അപ്പോൾ അത് നെഗറ്റീവ്. അതായത് W cos 20 + P2 sin 20 - R = 0 എന്നുള്ളൊരു ഇക്വേഷൻ വരും. കണ്ട, നേരെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 6 കിട്ടും. 6-നൊരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, കാരണം ഇതിൽ P2 അൺനോൺ ആണ്. നേരെ ഹൊറിസോണ്ടൽ ഫോഴ്സസ് റിസോൾവ് ചെയ്യുക. ഹൊറിസോണ്ടൽ ഫോഴ്സ് ഏതൊക്കെയാണ്? F = μr ഉണ്ട്, പിന്നെ W sin 20 ഉണ്ട്, പിന്നെ P2 cos 20 ഉണ്ട്. ഇതിൽ P2 cos 20 പോസിറ്റീവാണ്, എഫും W sin 20 നെഗറ്റീവാണ്, കാരണം ആരോ മാർക്ക് ടുവേഴ്സ് ലെഫ്റ്റിലോട്ടാണ് പോയിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ P2 cos 20 - F - W sin 20 = 0 എന്ന് വരും. കണ്ട, അതിൽ നിന്ന് നേരെ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. എന്തിന് ഇക്വേഷൻ? P2 ഒരു ഫോമിൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഉണ്ട് ആദ്യത്തെ ഇക്വേഷൻ 6 എന്ന് പറയുന്ന സംഭവം നേരെ കൊണ്ടുവന്ന് രണ്ടാമത് ഇപ്പോൾ കിട്ടിയ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കണ്ട, 6 കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കണേണ്. നേരെ സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ഇക്വേഷനിൽ ആകെ റിമൈനിങ് ആയിട്ടുള്ള ഒരു അൺനോൺ എന്ന് പറയുന്നത് P2 മാത്രമാണ്. ഓക്കെ, P2 റീഅറേഞ്ച് ചെയ്യുക. അപ്പോൾ എഫേർട്ട് കിട്ടും P2 745.42.
ഇക്വേഷനിൽ നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട, നിങ്ങൾക്കുള്ള സിമ്പിൾ മാത്സിൻ്റെ നോളജാണ് ഇതിൽ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, റീഅറേഞ്ച്മെൻറ്റ് ഓഫ് ഇക്വേഷൻ നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം, എന്നാലേ സ്പീഡ് ആവുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ മൊഡ്യൂളിൽ. ഓക്കെ, എ ബോഡി ഓഫ് വെയിറ്റ് 500 Newton ഈസ് ഡ്രാഗ്ഡ് upon a plane inclined at 30 degree to the horizontal. A force of 400 Newton inclined at 20 degree with the plane can just move the body of the plane. Find the coefficient. അതായത് മ്യൂ കാണാനാണ് പറയുന്നത്. ഓക്കെ, രണ്ട് കണ്ടീഷൻ അവർ പറഞ്ഞിട്ടുണ്ട്. ബോഡി ഓഫ് വെയിറ്റ് എന്ന് പറയുന്ന സംഭവം ഇൻക്ലൈൻഡ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് 30 ഡിഗ്രിയിൽ ചരിഞ്ഞൊരു വെയിറ്റ് അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കണ്ടീഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ഫോഴ്സ് ഓഫ് 400 Newton എന്ന് പറയുന്നത് ഒരു 20 ഡിഗ്രിയിൽ ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. എന്തായിട്ട്? പ്ലെയിനായിട്ട്. എന്ത് പ്ലെയിനായിട്ട്? ഇൻക്ലൈൻഡ് പ്ലെയിനായിട്ട്. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെക്കണം, ഇല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോവും. അതുകൊണ്ടാണ് 20 ഡിഗ്രിയിൽ പി എന്ന് പറയുന്നൊരു ഫോഴ്സ് പുൾ ഫോഴ്സാണ്. ഓക്കെ, കാരണം പുൾ ഫോഴ്സ് എടുക്കാൻ കാരണം എന്താണ്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് ക്യാൻ ജസ്റ്റ് മൂവ് ദ ബോഡി അപ്പ് ദ പ്ലെയിൻ. അതായത് ആ പ്ലെയിനിലിരിക്കുന്ന ഇംഗ്ലണ്ട് പ്ലെയിനിലിരിക്കുന്ന ബോഡിനെ അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു പുൾ ഫോഴ്സ്, അതായത് വലിച്ചുകൊണ്ട് പോകണ്ടേ. അപ്വേർഡ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ മുകളിലോട്ട് വലിച്ചുകൊണ്ട് പോകണം. അതായത് പിയുടെ ഡയറക്ഷൻ ടുവേഴ്സ് അപ്പായിരിക്കണം. അത് അൺനോൺ ആണ് അതിൽ, പക്ഷെ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ നിന്ന് വായിച്ചെടുക്കണം. ഓക്കെ, നേരെ ബാക്കിയെല്ലാം വെയിറ്റ് സാധാ പോലെ റിസോൾവ് ചെയ്യുക. പി 20 ഡിഗ്രിയിൽ റിസോൾവ് ചെയ്യുക. നേരെ റിസോൾവിങ് ദ ഫോഴ്സസ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഹൊറിസോണ്ടൽ ഫോഴ്സിൽ ഏതൊക്കെയാണ് ഡയറക്ഷനിലുള്ള ഫോഴ്സ് ഏതൊക്കെയാണ്? പി cos 20 ഉണ്ട് ഹൊറിസോണ്ടലിൽ, പിന്നെ W sin 20 ഉണ്ട്. F = μr. F = μr ഡൗൺവേർഡ് ഡയറക്ഷൻ എടുക്കാൻ കാരണം പി എന്നുള്ളത് അപ്വേർഡ് ഡയറക്ഷനാണ്. അപ്പോൾ അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ആ ലോ ഉപയോഗിച്ചു. ഓക്കെ, നേരെ അപ്പോൾ ഇതിൽ F = μr അത് നെഗറ്റീവ് ആയിരിക്കുള്ളൂ. W sin 30 എന്ന് പറയുന്നതും നെഗറ്റീവ് ആയിരിക്കുള്ളൂ. പി cos 20 പോസിറ്റീവ് ആയിരിക്കുള്ളൂ. അപ്പോൾ പി cos 20 മൈനസ് മ്യൂ എഫ് മൈനസ് W sin 30 = 0. അതായിരിക്കും ഹൊറിസോണ്ടലായിട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, ക്വസ്റ്റ്യനിൽ W sin 20 ആണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ശരിക്കും അത് 30 ആണോ? ഓക്കെ, അത് നിങ്ങൾ ഒന്ന് കറക്റ്റ് ചെയ്യുക. നേരെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എഫ് കിട്ടും. ഓക്കെ, ഇനി ഫോഴ്സസിന് വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാർക്ക് ചെയ്യാം. വെർട്ടിക്കൽ ഡയറക്ഷനിൽ റിസോൾവ് ചെയ്യുമ്പോൾ W cos 30 ഉണ്ട്, R ഉണ്ട്, പിന്നെ P2 sin 20 ഉണ്ട്. ഓക്കെ, അപ്പോൾ P2 sin 20യും ആറും നെഗറ്റീവും W cos 30 എന്ന് പറയുന്നത് പോസിറ്റീവ്. അപ്പോൾ W cos 30 മൈനസ് P sin 20 മൈനസ് R = 0. നേരെ അതിന് R എന്നുള്ളത് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. കാരണം W അറിയാം, cos 20 കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കുമ്പോൾ കിട്ടും. P അറിയാം, sin 20യുടെ വാല്യൂം കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കുമ്പോൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് നോർമൽ റിയാക്ഷനായ ആറിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഫൈൻഡ് മ്യൂ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കാണാനാണ്. F = μr. നേരെ മ്യൂ = F/r തന്നിരിക്കുന്ന രണ്ട് വാല്യൂ ഡിവൈഡ് ചെയ്താൽ ആൻസറായി. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ ഫ്രിക്ഷൻ്റെ പ്രോബ്ലംസ്.